ഹായ്, എല്ലാവർക്കും എൻ്റെ സൺഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പം രാവിലെ എന്തെങ്കിലും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നലെ കിടന്നത്. അതായത് ഇടിയപ്പവും മുട്ടക്കറിയും വെക്കാമെന്ന് കരുതി കിടന്നതാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് എണീറ്റപ്പം ഒത്തിരി അങ്ങ് ലേറ്റായി. എന്ന് വെച്ചാൽ 10 മണി കഴിഞ്ഞു. അപ്പം വേഗം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഗോതമ്പ് പൊടി തന്നെ ശരണം. അപ്പോൾ ഗോതമ്പ് ദോശ. അപ്പം എപ്പോഴും നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയല്ല ഉണ്ടാക്കുന്നത്. അപ്പം ഞായറാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി എല്ലാവർക്കും ഒരു പ്രതീക്ഷയല്ലേ, നമുക്ക് ലീവൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി തിന്നാനൊരു ആഗ്രഹം തോന്നുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് സബോളയൊക്കെ ചേർത്ത് എടുക്കാമെന്ന്. അപ്പം അതാകുമ്പോൾ ആ പച്ചക്കറി ക്യാരറ്റൊന്നും ഞങ്ങൾ അധികം അങ്ങനെ ഉപയോഗിക്കാത്ത സംഗതികളാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ അങ്ങ് ചെല്ലുകയും ചെയ്യുമല്ലോ ശരീരത്തിന്, പിന്നെ കുറച്ചൊരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ ഞാനൊരു പകുതി സബോളയും കൂടെ അരിഞ്ഞെടുത്തു. എന്നിട്ട് പകുതി സബോള മീൻസ് ഒരു സബോള ഞാൻ മൊത്തത്തിൽ അത് ചോപ്പ് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർത്തുള്ളൂ. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഇത് പരത്താനൊക്കെ പാടായിരിക്കും. അപ്പോൾ അതത്രേ ചേർത്തുള്ളൂ. അത് ചോപ്പറിൽ ചോപ്പ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും ഇത് ഏറ്റവും നല്ല. കാരണം ഇത് ഘനം കുറച്ച് കിട്ടണം. അപ്പോൾ ചോപ്പ് ചെയ്ത് ചേർക്കുക, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക. എന്നിട്ട് നമുക്ക് കടുക്, മുളക്, കടലപ്പരിപ്പ്, കറിവേപ്പില, വേണമെങ്കിൽ ചെറിയുള്ളി ചേർക്കാം. ഞാൻ ചേർത്തില്ല. ചെറിയുള്ളിയും കൂടി ചേർത്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. കടുക് വറുത്ത് ഈ മാവിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ ദോശയൊക്കെ ചുട്ടു തുടങ്ങാം. കുറച്ച് നെയ്യൊക്കെ ചേർത്ത് ചുടുന്നതായിരിക്കും ഇതിനൊരു ടേസ്റ്റ്. സാധാരണ ഞാൻ നോർമലി ഗോതമ്പ് ദോശ ഇവിടെ മിക്കവാറും ഉണ്ടാക്കാറുള്ള, അപ്പം ഞാൻ അങ്ങനെ ഒന്നും ചേർക്കാറില്ല, നെയ്യൊന്നും ചേർക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു നെയ്യൊക്കെ ചേർത്ത് ചൂടാം, അപ്പോൾ ഒരു ടേസ്റ്റും ആവും. അപ്പോൾ ഒന്നാമത് ഇടിയപ്പം മുട്ടക്കറിയൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഞാനാണെങ്കിലും ഞാനും അത് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പക്ഷേ മൊത്തത്തിലാകെപ്പാടെ തകിടം പറഞ്ഞു. എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ ഒത്തിരി ലേറ്റായി എണീറ്റപ്പോഴത്തേനും. പിന്നെ ശ്രീഹരി വന്ന് എനിക്ക് വേഗം തേങ്ങയൊക്കെ തിരുമ്മി തന്നു. അപ്പം ഞാൻ ദോശ ചുട്ടു. ഇനി നമുക്ക് ഒരു ചമ്മന്തി, നമ്മുടെ സാധാരണ വൈറ്റ് കോക്കനട്ട് ചട്നി ഇല്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി. സാധാരണകളിൽ ഞാൻ ശനിയും ഞായറും നല്ല, പക്ഷേ ഇന്നലെ ഞാൻ പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി. ശനിയാഴ്ച പുട്ടും കടലയൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ പക്ഷേ ഇന്ന് രാവിലെ എനിക്കങ്ങ് ഒരു അബദ്ധം പറ്റിപ്പോയി. എണീക്കാനുള്ള നമ്മൾ ഞായറാഴ്ച കിടന്നുറങ്ങി വന്നാൽ ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ രാവിലെയൊക്കെ ഒരുമാതിരി നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ, അപ്പോൾ സുഖമാണ് കിടന്നുറങ്ങാനായിട്ട്. അങ്ങനെ അങ്ങ് പറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മുടെ ചട്നിക്ക് നമ്മുടെ സാധാരണ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ചട്നി ഞാനൊന്ന് വറുത്തിടുകയും കൂടെ ചെയ്യും. ഇവിടെ കൂടുതലും ഈ വറുത്തിട്ട ചട്നിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം. മറ്റേത് എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ആക്കും, മറ്റേ വറുത്തിടാത്തത്. അങ്ങനെ ചട്നിയും റെഡിയായി, ഗോതമ്പ് ദോശയും റെഡിയായി. അപ്പം ഞാൻ ആദ്യം വേഗം ശ്രീഹരിക്ക് അങ്ങ് കൊടുത്തു. പിന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് പ്ലാന്. ഇന്ന് സൺഡേ ആണ്. സാധാരണ സാറ്റർഡേസിലാണ് ഞാൻ എടുക്കുന്നത്. ഇന്നലെ വിചാരിച്ചു എല്ലാ ദിവസവും സാറ്റർഡേസിലല്ലേ എടുക്കുന്നത്. മാത്രമല്ല ഇന്നലെ കുറച്ച് എനിക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നി. ഈ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുന്നത് ഇച്ചിരി പാടല്ലേ. അപ്പോൾ ഇന്നലെ കുറച്ച് എല്ലാം ഒന്ന് നേരത്തെ ആക്കി, അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ തോന്നിയതുകൊണ്ട് ഞാൻ ഇന്നലെ അങ്ങ് ഫുൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഇന്ന് സൺഡേ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അതാണ് ഞാൻ തുടക്കത്തിൽ ഇൻട്രോ ഒന്നും പറയാൻ ഇതായത്. വേഗം ഒന്ന് ഫുഡൊക്കെ ഒന്ന് ആക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വോയിസ് ഓവറിൽ പറയുന്നുണ്ടല്ലോ, ഇന്ന് ഞാനൊരു വീറ്റ് ദോശ, ഗോതമ്പ് ദോശ, അതിനകത്ത് ഇങ്ങനെ ക്യാരറ്റും ഉള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ വറുത്തിട്ടൊരു ടൈപ്പ് ദോശ ആക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം കുറച്ച് ക്യാരറ്റൊക്കെ ചെല്ലും. ക്യാരറ്റൊന്നും ഞങ്ങളുടെ വീട്ടിലങ്ങനെ തോരനോ അങ്ങനെയൊന്നും അതായിട്ടൊന്നും ഉപയോഗിക്കത്തില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ദോശക്കകത്തും, പിന്നെ അവിയലിനകത്തിടും, സാമ്പാറിനകത്തിടും. പക്ഷെ അതിലും കൂടുതൽ ഈ ദോശക്കകത്തിടുമ്പം കുറച്ച് ചെല്ലും. ക്യാരറ്റിൻ്റെ കഷ്ണമൊക്കെ ഇവിടെ സാമ്പാറിനകത്തും അവിയലിനകത്തൊക്കെ ഞാൻ ഉൾപ്പെടെ മാറ്റി വെക്കും. അത് തോരൻ വെച്ചാലൊന്നും വലിയ ഇഷ്ടമല്ലാത്ത ഒരു ഇതാണ്. അപ്പം ഇങ്ങനെ ദോശക്കകത്തൊക്കെ ഇട്ടാണെങ്കിൽ അതങ്ങ് കഴിക്കും. നമ്മൾ അറിയത്തില്ലല്ലോ, നമുക്ക് ഒട്ടും ആ ഒരു ടേസ്റ്റ് അറിയത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു ദോശ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ബെസ്റ്റ് ഒരു ദോശയാണിത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്.
അപ്പോൾ അതാണ് ഇന്ന് രാവിലെ. അതും ചട്നി, നമ്മുടെ സാധാരണ തേങ്ങ ചട്നി, അതാണ് ഇന്ന്. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ഈ പറഞ്ഞ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇന്നലെ നല്ല ചിക്കനും ഒക്കെ വാങ്ങിച്ച് നല്ല ഇതായിട്ടൊക്കെ കഴിച്ചതാണ്. ഞാനൊന്നും വീഡിയോ എടുത്തില്ല. രാവിലെ പുട്ടും കടലയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് ഞാൻ കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു വേഗം ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം ഉച്ചയ്ക്ക്. അപ്പം വേഗം തീരുകയും ചെയ്യും, എനിക്കും പണി കുറവ്. പിന്നെ ഒരു സാലഡ്, അച്ചാറ്, പപ്പടം വേണമെന്നുണ്ട്. അത് വാങ്ങിക്കാൻ പോകുന്ന അറിയത്തില്ല, പോകണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അത് വേഗം തീരുന്ന സംഭവമാണ്. ഞാൻ വിചാരിച്ചു അതെടുക്കാം. പിന്നെ ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്നെൻ്റെ പിറന്നാളാണ്. പക്ഷെ ഇന്ന് പീരീഡ്സൊക്കെ ആയതുകൊണ്ട് ഞാൻ അമ്പലത്തിലൊന്നും പോകുന്നൊന്നുമില്ല. രാവിലെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയത് മാത്രമേ ഉള്ളൂ. പീരീഡ്സ് അല്ലായിരുന്നെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്ന പരിപാടി ഇന്ന് നടക്കത്തില്ല. പക്ഷെ എനിക്കൊരു പായസം വെക്കണമെന്നുണ്ട്. അതുകൊണ്ട് പാൽപ്പായസം വയ്ക്കാം. വിഷുവിനാണ് ഞാൻ ആദ്യമായിട്ട് പാൽപ്പായസം വെക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് പാൽ ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊരു പാൽപ്പായസം, അപ്പോൾ ടൊമാറ്റോ റൈസും ഈ പാൽപ്പായസം വയ്ക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് പെട്ടെന്ന് പരിപാടി തീരും. അതുകൊണ്ട് ഇതെനിക്ക് എന്തോ അങ്ങനെ വലിയ കുക്ക് ചെയ്യാനൊന്നുമുള്ള ഒരു മൂഡ് ഇല്ല ആക്ച്വലി. ഇന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്ത്, എന്നുവെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ടേസ്റ്റും വേണമെന്ന്, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കുകയും വേണം. ആ ഒരു രീതിയിൽ ഉണ്ടാകാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. അതെന്തായാലും രാവിലെ ഉച്ചയ്ക്ക് എടുക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ചും പിറന്നാളൊക്കെ ആയതുകൊണ്ട് സാധാരണ വെജാണ് നമ്മൾ കഴിക്കുന്നത്, നോൺ വെജ് കഴിക്കാറില്ല. രാത്രി പിന്നെ കുഴപ്പമില്ല, രാത്രി ശ്രീയിലേക്ക് അതെടുക്കാവുന്ന കുറച്ചേ ഉള്ളൂ. ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പം അത് രാത്രിയിൽ ചപ്പാത്തിയോ എന്തെങ്കിലും ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ പ്ലാന്. പിന്നെ ഇന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നു ഒരിടം വരെ പോകണമെന്ന്. ഇന്നലെ ഫുൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ ഒന്നും നടന്നില്ല. ഇന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന്. അപ്പം പോവുകയാണെങ്കിൽ അതും എടുക്കാം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം. ഇന്ന് എനിക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എഡിറ്റ് ചെയ്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് എൻ്റെ കൂടെ എൻ്റെ ഇടയ്ക്ക് നടത്തണം. അങ്ങനെ കുറച്ച് ബിസിയാണ്. ഇന്നലെ മടി പിടിച്ച് വെറുതെ ഇരിക്കുന്നു. ഇന്നലെ ഞാൻ ഈ ദോശയും കൂടെ എൻ്റെ ഇടയ്ക്ക് ചൊല്ലുന്നുണ്ട്. ശ്രീഹരിക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തു, എനിക്കുള്ള ചുട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇന്നലെ ഞാൻ ഒന്നും ചെയ്തില്ല, ഒരു സംഗതി എടുത്തില്ല. വെറുതെ ഞങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. എനിക്ക് അങ്ങനത്തെ ദിവസം ഞാൻ അങ്ങനെയൊക്കെ എടുക്കും. എൻ്റെ ദോശ ചുട്ട് തീരാതായി. ശ്രീഹരിക്ക് ഒരെണ്ണം കൂടെ വേണമെന്ന് തോന്നുന്നു. അതും കൂടെ ചുട്ടിട്ട് എനിക്കൊരു കാര്യം ചെയ്യണം. ഞാൻ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ടൊമാറ്റോ റൈസിന് വേണ്ട അരി വേവിക്കാൻ വെക്കണം. ഞാൻ ഫുള്ളല്ല, എനിക്ക് കൂടുതലും ഞാൻ 2 രീതിയിലും ടൊമാറ്റോ റൈസ് വെച്ചിട്ടുണ്ട്. നമ്മൾ അരി വേവിച്ച് നമ്മൾ വഴറ്റി അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഫുൾ 1/4 ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ 1/4 ചെയ്യുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല. എളുപ്പത്തിന് ചെയ്യാം, എല്ലാം വഴറ്റി അരിയിട്ട് ഒറ്റ വിസിൽ കാര്യം സിമ്പിളായിട്ട് കഴിയും. പക്ഷേ എനിക്കെന്തോ അതിലും ടേസ്റ്റ് എപ്പോഴും തോന്നിയിരിക്കുന്നത് റൈസ് വേവിച്ചിട്ട് ഉള്ള രീതിയിൽ ടൊമാറ്റോ വേവിച്ചിട്ട് പിന്നെ എല്ലാം വഴറ്റി അതിനകത്ത് റൈസ് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നതിലാണ് എനിക്കൊരു ടേസ്റ്റ് തോന്നിച്ചിരിക്കുന്നത്. അപ്പം ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഒത്തിരി ടൊമാറ്റോ റൈസ് ആകുമ്പം സിമ്പിളാണ്. ടൊമാറ്റോ ഉണ്ട്, ഉള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. ടൊമാറ്റോയ്ക്ക് നല്ല വില കൂടിയിരിക്കുന്ന സമയമാണ്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് വയ്യ ഇങ്ങനെ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കാനും. പിന്നെ അല്ലെങ്കിൽ ഇന്നലെ നോൺ വെജ് വാങ്ങിച്ചു. ടൊമാറ്റോ റൈസ് ആണെങ്കിൽ സിമ്പിളായിട്ട് കാര്യം തീരുമല്ലോ, കുറേ കൂട്ടാനൊന്നും നമുക്ക് ഉണ്ടാക്കണ്ട. ഒരു സാലഡ് തട്ടിക്കൂട്ടി കഴിഞ്ഞാൽ കാര്യം തീരും. അപ്പം ടേസ്റ്റുമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ടൊമാറ്റോ റൈസ് ആക്കാം. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പം ഞാനിതൊക്കെ ചെയ്യട്ടെ. ദോശ ചുട്ട് തീരാറായി. ഇന്ന് റൈസും കൂടെ വെക്കണം. റൈസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കാര്യം. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശയും ചമ്മന്തിയും പഴം. എനിക്ക് ഇതിൻ്റെ കൂടെയൊക്കെ പഴം ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ടുള്ള അരി ഇവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇത് ഏകദേശം 1 കപ്പ് റൈസ് ഉണ്ട്.
1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം, ആ ഒരു കണക്കിനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഇപ്പം ടൊമാറ്റോ റൈസിനാകുമ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കാരണം അങ്ങ് ഡ്രൈ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫ്രൈഡ് റൈസ് വെക്കുന്ന പോലെയും അല്ലെങ്കിൽ പുലാവ് ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ അങ്ങനെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കേണ്ട ആവശ്യമില്ല ഈ ടൊമാറ്റോ റൈസ് പോലത്തെ സംഭവത്തിനൊക്കെ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ടൊമാറ്റോ റൈസിനൊക്കെ സ്വല്പം ഒന്ന് കുഴഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതിഷ്ടമല്ലെങ്കിൽ ആ ഒരു പരുവത്തിൽ ഏറ്റാൽ മതി. ഞാനിപ്പോൾ ഒരു 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട്, കാരണം എനിക്ക് കുറച്ചൊന്ന് ഇച്ചിരി ഒരു കുഴഞ്ഞിരുന്നാലും കുഴപ്പമില്ല ഇതിന്, അതുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ 2 വിസിൽ ഞാൻ അടുപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. എണ്ണ നെയ്യൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കണമെന്നുള്ളവർക്ക് നാരങ്ങ നീരൊക്കെ ചേർത്ത് വേവിക്കാം. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സാധാരണ രീതിയിൽ വേവിച്ചാൽ മതി. ഇപ്പൊ കേർഡ് റൈസിനാണേലും ടൊമാറ്റോ റൈസിനൊക്കെ എനിക്ക് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമാണ്. അപ്പോഴതിനൊരു ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ മറ്റേതിനേക്കാട്ടിലും കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെന്താ, ഇത് നമുക്കിനി വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ അത്രയും 2 വിസിൽ അടിക്കുമ്പോഴത്തേനും ഓഫ് ചെയ്തിട്ടാം. 2 വിസിൽ അടിക്കുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്തിടാം. അതുപോലെ ഇനി ഒരു കാര്യം കൂടെ നമുക്ക് കുക്കറിൽ വെക്കണം. നമ്മുടെ പായസത്തിൻ്റെ അരിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം. അതിനൊരു 1/2 കപ്പ് അരി മതി. ഞാൻ ഒത്തിരി വെക്കുന്നില്ല, 1/2 കപ്പ് മതി. എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതൊന്നും ഞാൻ പാല് വാങ്ങിച്ചു വെച്ച് ഞാൻ അതൊന്നും നോക്കാതെയാണ് ഞാൻ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പുഴുക്കലരി എന്തെങ്കിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നോക്കട്ടെ. പുഴുക്കലരി അല്ല, ഇതിൻ്റെ പേരെന്താണ്, അതിങ്ങനെ ബ്രോക്കൺ ആയിട്ടുള്ള അരി. ഇത് നമുക്കൊരു 1 കപ്പ് വേണ്ട. 1 കപ്പ് മീൻസ് ഒരു ഈ ഒരളവിന് മതി, കുറച്ച് മതി. ഇതും കൂടെ കഴുകി ഒന്ന് ഇതൊരു 1/2 കപ്പാണ്. അപ്പൊ ഈ ഒരു ഇത്ര ഒന്ന് കഴുകിയെടുത്തോണ്ട് വരട്ടെ. അപ്പൊ ഞാന് ഒരു 1/2 കപ്പ് അരി, ആ കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1/2 കപ്പാണ്. അതിന് ആ റൈസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഏകദേശം ഒരു 400 ml കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 വിസിലടിക്കുമ്പോഴത്തേനും അത് വെന്ത് കിട്ടും. പിന്നെന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പം ചിലപ്പം നമുക്ക് ഈ റൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇട്ട് നോക്കി വേണം. ഞാൻ 1/2 കപ്പിൽ കൂടുതൽ കുറവ് എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത്രയും വെക്കുന്നത്. ചിലപ്പം ഞാൻ എടുക്കുന്ന പാലിന് ചിലപ്പോൾ അത്രയും വേണ്ടി 1/2 കപ്പ് റൈസ് പോലും വേണ്ടി വരത്തില്ല. അത് നമുക്ക് ഇടുമ്പോൾ മനസ്സിലാവും. കൂടുതൽ റൈസ് ഇട്ടാൽ ഒത്തിരി അങ്ങ് കുറുകി പോവും പായസം. അപ്പോൾ ആ കണക്കിന് ഇതിനകത്തുനിന്ന് എടുത്ത് ആവശ്യത്തിന് എടുത്ത് വെക്കുക. ബാക്കി നമുക്കിത് കഞ്ഞിയായിട്ടൊക്കെ കുടിക്കാൻ, ഇത് നമ്മുടെ ചോറുണ്ണുന്ന അരി അല്ലേ നുറുക്കലരി, ഇത് കഞ്ഞിയാക്കി കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം അത് മാറ്റി വെച്ചാൽ മതി. നമുക്ക് കഞ്ഞിയായിട്ടോ ഒക്കെ നമുക്ക് കുടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഒരു 1/2 കപ്പ്, ഇപ്പം ഒരു പ്രാവശ്യം ഞാൻ ഈ ഒരു കണക്കിന് ഉണ്ടാക്കി ഞാൻ വിഷുവിന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയ്ക്ക് പറയുന്നുണ്ട്, പക്ഷെ അതെനിക്ക് കറക്റ്റായിട്ട് വന്നു. അപ്പം ഞാൻ ഇനി ഇതിനകത്തുനിന്ന് എത്ര ചേർക്കുമെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ ഞാൻ ഇത് ചേർക്കാറുള്ളൂ. ബാക്കി ഞാൻ എടുത്ത് വെച്ച് ഞാൻ പിന്നെ കഞ്ഞി, ഞാൻ ഇടയ്ക്ക് കഞ്ഞി കുടിക്കുന്ന വ്യക്തി. അപ്പം
ഞാൻ ചിലപ്പോൾ അത് കഞ്ഞിയും ആക്കി കുടിക്കും. നല്ലതല്ലേ, പൊടിയരിക്കഞ്ഞിയൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് ഏതായാലും നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ റൈസ് ആയിട്ടുണ്ട്. അരി ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് വേകട്ടെ. ഇനിയിപ്പോൾ പെട്ടെന്നെല്ലാം തീരും. ഇനി കുറച്ച് ഈ ചോപ്പറിൽ തന്നെയാണ് ഞാൻ കുറച്ച് സബോളയും കൂടെ ചോപ്പ് ചെയ്ത് വെക്കണം. ഒന്ന് നമ്മുടെ സാലഡിനും പിന്നെ നമ്മുടെ ഇതിനും ടൊമാറ്റോ റൈസിനും. തക്കാളി ഞാൻ ചിലപ്പോൾ അരച്ച് ചേർക്കാറുണ്ട്, ചിലപ്പോൾ ഞാൻ അരിഞ്ഞ് ചേർക്കാറുണ്ട്. കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്ന അരച്ച് ചേർക്കുന്നതാണ്. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ വരുന്നത്. പക്ഷെ പുളി ശ്രദ്ധിക്കണം, പുളി കൈവിട്ടു പോകല്ല. അതൊരു അരച്ച് ചേർക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ അരച്ച് ചേർത്താൽ പണി കിട്ടും. അപ്പോൾ ഒത്തിരി തക്കാളി അരച്ച് ചേർക്കൽ. ഇപ്പോൾ 1 കപ്പ് റൈസിന് ഒരു 2 തക്കാളി, മീഡിയം സൈസിലുള്ള 2 തക്കാളിന് അധികമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുളി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കും ടൊമാറ്റോ റൈസിന്. അപ്പം അത് നോക്കിയിട്ട് വേണം തക്കാളി ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ അരിഞ്ഞ് ചേർക്കുക. അരിഞ്ഞ് ചേർക്കുന്നതിലും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അരച്ച് ചേർക്കുകയാണ്. നമുക്ക് നോക്കാം ഏത് രീതി വേണമെന്ന്. പിന്നെ അത്രേ ഉള്ളൂ. ആ കാര്യമൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റൊക്കെ ഈസിയായിട്ട് റെഡിയാക്കും. അപ്പം ഞാൻ കുറച്ച് പോയി എഡിറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇതൊക്കെ ആയി കഴിയുമ്പോഴത്തേന് കാണാം. അപ്പോൾ നമുക്ക് വേഗം ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. കാരണം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വേഗം ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കടുക്, മുളക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, വേണമെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കടുക് വറുത്ത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയിട്ട് മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക. ആ സമയത്ത് നമ്മൾ 2 മീഡിയം സൈസ് തക്കാളി ഞാൻ 2 എണ്ണ ചേർക്കുന്നുണ്ട്. പഴുത്തതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, നല്ല പഴുത്തതാണെങ്കിൽ. എൻ്റെ അത്യാവശ്യം പഴുത്തതായിരുന്നു. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ നമ്മുടെ ആ ഒരു ഉള്ളിയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം തക്കാളിയുടെ പുളിയുടെ കണക്കിന് ചേർത്ത് കൊടുക്കണം. ചിലപ്പം നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരെണ്ണമൊക്കെ തന്നെ ധാരാളമാണ്. കാരണം ഭയങ്കര പുളി അല്ലെങ്കിൽ പുളി ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ തക്കാളി റൈസിനൊക്കെ അത്രയ്ക്ക് പുളിയൊന്നും ഒത്തിരി പുളി കൂടുന്നൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉടനെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഡിമാർട്ട് വരെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി അവിടെ തിരക്ക് വരും. സന്ധ്യയും കൂടെ ആകുമ്പോൾ ഞായറാഴ്ചയല്ലേ, ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾക്ക് ഈ തിരക്ക് ഒത്തിരി ഉള്ളിടത്ത് പോകുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ വലിയ വെയിലും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇറങ്ങിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ശ്രീഹരിക്ക് എന്തോ ഒരു കാര്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിമാർട്ട് വരെ പോകുന്നത്. എനിക്കാണെങ്കിൽ ഡിമാർട്ടിലോട്ട് വലിയ താല്പര്യമില്ല. കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഞങ്ങളെന്തോ തുടക്കം ബാംഗ്ലൂർ വന്ന സമയത്ത് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. എനിക്കും ശ്രീഹരിക്കും അതേ തിരക്കുള്ളിടത്ത് പോകുന്നു, അവിടെ ഒത്തിരി നേരം നിൽക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല. ഞങ്ങൾ ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് വരെ ഞങ്ങൾ ഇത്രയും നാളിവിടെ താമസിച്ച് 1-2 തവണ പോയിട്ടുള്ളൂ. കാരണം അവിടെ ചെല്ലുമ്പോഴത്തേനും ഞങ്ങൾക്ക് 2 പേർക്കും ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് അതേപോലെ പോയി അതേപോലെ തന്നെ തിരിച്ച് വന്ന് പ്രത്യേകിച്ച് അങ്ങനെ അവിടെ നിന്നൊന്നും ഒരു സംഗതി പോലും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. പിന്നെ അത്രയും എനിക്ക് ഈ ഷോപ്പ് ചെയ്യാൻ വലിയ ക്ഷമയില്ല. ഉള്ള കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയാം. എന്നെ അടുത്തറിയാവുന്ന എൻ്റെ ചേച്ചിക്കും എൻ്റെ കസിൻ ചേച്ചി ആതിര ചേച്ചിക്കൊക്കെ അറിയാം. ഞാനിങ്ങനെ ഞങ്ങൾ 2 പേരും അതെ അങ്ങനെ ആ ഒരു ക്ഷമയില്ല എനിക്ക് ഇങ്ങനെ കയറിപ്പോയി ഷോപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും. അപ്പോൾ ഈ ഡിമാർട്ടിൽ ചെന്നപ്പോൾ ഞായറാഴ്ച ആയിപ്പോയി. ശനിയാഴ്ച ആയിരുന്നെങ്കിൽ അത്രയും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ ശ്രീഹരിക്ക് എന്തോ ഒരു കാര്യം തപ്പിയാണ്. ഇത് വീട് സംബന്ധം എന്തോ എന്നോട് പറഞ്ഞു, സംബന്ധമായ കാര്യമാണ്. പക്ഷെ അതവിടെ കിട്ടിയില്ല. അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയത്. അത് മിക്കവാറും ഓൺലൈനിൽ കിട്ടത്തുള്ളായിരിക്കും. പിന്നെ ഞാൻ ഈ പാത്രങ്ങളുടെ സെക്ഷനിലോട്ടൊന്നും അധികമൊന്നും പോയില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഒന്നും ആവശ്യമില്ല, ഒരുമാതിരി എല്ലാം ഉണ്ട്. പിന്നെ ഇത് വെറുതെ വാങ്ങിച്ചു കൂട്ടി അത് സ്റ്റോർ ചെയ്യാൻ എനിക്ക് സ്ഥലവും ഇല്ല. പിന്നെ എനിക്ക് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളോട് വലിയ താല്പര്യമില്ല. കൂടുതലും മൺചട്ടി, ഇരുമ്പ് ഇതൊക്കെയാണ് എൻ്റെ ഒരു ഏരിയ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, അതാണ് എൻ്റെ ഒരു ഏരിയ. അപ്പം ഞാൻ കൂടുതൽ അതൊക്കെ അത് നല്ലപോലെ ഉണ്ടല്ലേ നോക്കത്തുള്ളൂ. അതാണ് ഈ ലുലുവിൽ പോകുമ്പം ഇരുമ്പ്, മൺപാത്രങ്ങൾ, നമ്മുടെ മറ്റേതെല്ലാം ഉണ്ടല്ലോ.
അപ്പോൾ ഞാൻ അതാണ് എൻ്റെ ഒരു താല്പര്യം. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു, എന്തെങ്കിലുമൊക്കെ കേടാവുമ്പോഴും ഇല്ലാത്തപ്പോഴും വാങ്ങിച്ചാൽ പോരെ. പിന്നെ ഞങ്ങൾ ഹൈലൈൻസിൽ കയറി ശ്രീഹരി നോക്കി, പക്ഷേ ശ്രീഹരിക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ റിലയൻസിലും കൂടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പോയില്ല. കാരണം മഴക്കാറ് കണ്ടു. ഈ മഴക്കാറ് കണ്ടപ്പോഴത്തേനും ഞങ്ങൾ നേരെ അങ്ങ് ഞങ്ങളുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഇനി വെറുതെ മഴയൊന്നും നനഞ്ഞ് ഇനിയും പനിയൊന്നും പിടിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ ഉടനെ നമ്മുടെ നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷുഗർ കാരമലൈസ് ചെയ്ത് ഒരു 2-3 ടീസ്പൂൺ ഷുഗർ കാരമലൈസ് ചെയ്ത്, പിന്നെ അതിലേക്ക് നമ്മുടെ പാലും 1 ലിറ്റർ പാലാണ്. ഷുഗർ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ലിറ്റർ പാലും പിന്നെ കുറച്ച് പഞ്ചസാര, നമ്മൾ അരി ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേനും മഴക്കാറിങ്ങി ഇതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് വന്നു. വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിക്കണ്ടായിരുന്നു. ആക്ച്വലി വേറൊരു കാര്യം തപ്പി പോയതാണ്, അത് അവിടെ കിട്ടിയില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഭയങ്കര തിരക്കായി. ഇനി അവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ സന്ധ്യ ആവുന്നതോളൂ ദൂരം അവിടുത്തെ തിരക്ക് കൂടിയേ വരത്തുള്ളൂ. ഭയങ്കര തിരക്ക് വരുന്നതല്ലേ. അപ്പം ഞാൻ വന്നു കഴിഞ്ഞ് ഞാൻ പായസം വെച്ചിട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴത്തേനും സമയം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു വന്നിട്ട് വെക്കാൻ. എല്ലാം റെഡി ആയിരിക്കുക. ഇനി പാലിൽ തിളച്ച് ഒരു 45 മിനിറ്റ് വേണം ആക്ച്വലി ഈ പാൽപ്പായസം റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഈ ഷുഗർ കാരമലൈസ് ചെയ്തില്ലേ അപ്പം തൊട്ട് അതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ എൻ്റെ കണക്കിന് ഇതും പാൽപ്പായസവും പാലടയും എല്ലാം ഒരു 45 മിനിറ്റ്സിൻ്റെ പരിപാടിയാണ്. അരി വേഗമെന്നല്ല, അരി വേവിച്ച് വെച്ച് കഴിയുമ്പം തൊട്ട് അപ്പോഴേ ഇത് കറക്റ്റായിട്ട് വറ്റി ഇങ്ങനെ വരത്തുള്ളൂ. ഞാനിപ്പോൾ 1 ലിറ്റർ പാലും ഒരു അരമുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാര ഒന്ന് ചേർത്തു. അരിയൊക്കെ വേവിച്ച് ചേർക്കുന്നതുകൊണ്ട് പഞ്ചസാര ചേർത്താൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇട്ടാണ് അരി വേവിക്കുന്നതെങ്കിൽ പഞ്ചസാര നമ്മൾ പിന്നെ അരി വെന്ത് കഴിഞ്ഞിട്ടേ ചേർക്കാവുള്ളൂ. അങ്ങനെയാണ്. സേമിയൊക്കെ അങ്ങനെയാണ് പറയുന്നത്, കാരണം വേവത്തില്ല, പഞ്ചസാര ചേർത്താൽ വേവത്തില്ല. അരിയുടെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും, ഇത് വലിയ പിടുത്തമില്ല. അങ്ങനെ അതാണ് സേഫായിട്ടൊരു കാര്യം അതാണ്. ചിലപ്പോൾ നമ്മൾ കുറേ നേരം ഇട്ട് വേവിച്ചാലും നല്ലപോലെ വെന്തില്ലെങ്കിലോ. അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം അരി സെപ്പറേറ്റ് വേവിച്ച് ചേർക്കുന്നതാണ്. പിന്നെ ഇപ്പം നല്ല മഴയും കാറ്റൊക്കെ ആയി. ഞങ്ങൾ അതും കൂടെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇത് കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ, ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇതിനകത്തൊന്ന് ചോറ് ചേർത്ത് കൊടുക്കാം. ആ ചോറ് ചേർത്ത് കഴിഞ്ഞ് നല്ല ഒരു കുറുകി, നമുക്കത് കാണുമ്പം തന്നെ നമുക്ക് ആ ഒരു ക്രീം കളർ, ആ ഒരു കളർ മാറി വരും. പിന്നെ ആ ഒരു കൺസിസ്റ്റൻസി മാറി വരുമ്പം നമുക്ക് കഴിക്കാനാവും. അപ്പം നമുക്കിനി അരി ചേർത്ത് കൊടുക്കാം. അരിയും കൂടെ ചേർന്ന് അരിയും പഞ്ചസാരയും പാലും എല്ലാം കൂടെ ചേർന്ന് ഇതിങ്ങനെ കുറുകി ഇങ്ങനെ വറ്റി വരണമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പാൽപ്പായസത്തിനാണെങ്കിൽ അരി, പാലടയ്ക്കാണെങ്കിൽ അട. അപ്പം ഞാൻ അരി ചേർക്കട്ടെ. അപ്പം മധുര ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുക്കുക. അതെനിക്ക് കണക്കൊന്നും പറയാൻ അറിയത്തില്ല, ഓരോരുടെ നാവിൻ്റെ ടേസ്റ്റ് പോലെ മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പകുതി ചോറേ ചേർത്തുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുക്കി മീൻസ് നന്നായിട്ട് വറ്റിച്ചൊരു 45 മിനിറ്റാണ് എൻ്റെ ഒരു കണക്ക്. ഇതുപോലെ വലിയ വായുള്ള ഒരു പാത്രമാണെങ്കിൽ, ഞാൻ കൂടുതൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇത് വെക്കുന്നത്, കാരണം അതാകുമ്പോൾ അടിക്കൊന്നും പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും പായസം ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ഞാനൊരു മുട്ടയും കൂടെ പുഴുങ്ങി. അങ്ങനെയായിരുന്നു ഇന്നത്തെ പരിപാടിയൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.